ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി എന്നാണല്ലോ. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ജയലക്ഷ്മി, നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്? ഇല്ല. ഇല്ല? എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ. ഒരുപാട് എണ്ണത്തിനെ കണ്ടു. അമരപ്പയർ പോലുള്ള പുരികം, ഉണക്ക മുരിയിക്ക പോലുള്ള തലമുടി, കത്തിരിക്ക മൂക്ക്, മൊത്തങ്ങ മോഹം. മലയാളത്തെ ലേശമില്ല. പക്ഷേ ലക്ഷ്മി അങ്ങനല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇത്രയും പുകഴ്ത്തിയിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തേ? ചേട്ടൻ സംസാരിക്കല്ലേ? ഫലിതം. ഒരു ചോദ്യം. ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം? അതിപ്പോ ആദ്യ രാത്രി എന്താന്നറിയാതെ എങ്ങനാ അഭിപ്രായം പറയാ? രസികത്തി, കൊള്ളാം. എന്നാൽ എനിക്ക് ഈ ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്കൊരു ഉമ്മ തരുമോ? പാല്. ഓ, പറഞ്ഞ പോലെ അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. പാല്. എന്നാ പാല് കഴിഞ്ഞിട്ടാവാം പാൽപ്പായസം. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ. അയ്യോ, താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ. സുപ്രഭാതം. സുപ്രഭാതം. ഇന്ന് തന്റെ ഒടുക്കത്തെ യാത്രയാണോ കർമ്മ? മധുവിതുരാവുകളെ, മനസ്സിലെ മോഹങ്ങളെ, കയ്യിലെ പാൽ ഗ്ലാസ് തരാൻ തരാ. ഇതിന്റെ അവസാനത്തെ തരില്ല. പ്രഭ എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ അല്ല, പാലെന്ന് പറയായിരുന്നു. പാലല്ലാതെ വേറൊന്നുമില്ലേ? അതെ, ഈ പാലിലെ ചേട്ടന് വേണ്ടുന്ന എല്ലാ ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കിൽ ഞരമ്പ് ഏറി പിടിക്കും. ഞരമ്പ് ഏറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും. അങ്ങോട്ടിരുന്നാട്ടെ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്ക്. ആദ്യം സ്ത്രീകൾ ആദ്യം എന്നല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്? ശിവാജി ഗണേശൻ അങ്ങനെയൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട. പാല് കുടിച്ചാ. എന്നാ ജയപ്രഭ, നിന്റെ പങ്ക്. വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചോ. ഒറ്റയ്ക്കും കുടിച്ചോണ്ടാ മതി. അയ്യടാ, ഇയാടെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെ നിറക്കണം. എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്കൊരാളെ കൊണ്ടുവരാൻ പറ്റോ? എടാ കാല, കരിക്കട്ട കൊണ്ടിരിക്കുന്ന താനും വെള്ളം കട്ടി കൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ ചേരും? കല്യാൺജി ആനന്ദ്ജി പോലെ, ലക്ഷ്മികാന്ത് പേരല്ലാലി പോലെ ചേരണല്ലേ ചേർക്കണം. മേത്തോട്ട ഒറ്റ ചവിട്ട. പറഞ്ഞേക്കാം. മേത്ത് തൊടാതെ എങ്ങനെയാണ് ഈ ഫസ്റ്റ് നൈറ്റ്? ഫസ്റ്റ് നൈറ്റോ? ഇത് തന്റെ ലാസ്റ്റ് നൈറ്റ് ആണോ? ലാസ്റ്റ് നൈറ്റാ? താൻ പാല് കുടിച്ചില്ലേ? അതിലുണ്ടോ തന്റെ ലാസ്റ്റ് നൈറ്റിന്റെ മരുന്ന്? അങ്ങോട്ടോ. ഞാൻ അർജുനൻ പിള്ളയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് കൂടെ പോണ്ട. കുട്ടി, പച്ചക്കറികൾക്കും ജീവനുണ്ട്. കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. ഇങ്ങനെ ഇത് പോരാ. ചിരണ്ടലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം. എങ്കിലേ സമയത്തിന് ശരിയാവൂ. എന്തായി തന്നെ? ഈ കറിയുടെ പേരെന്താ സുധാര? ഈ കറി ഇത് ദ്രാവിഡ മുന്നേറ്റ കൂട്ടുകറി. വള്ളുവനാടൻ സ്പെഷ്യൽ ചെറ്റിനാട് സ്റ്റൈൽ. എന്തായി കാണിക്കണത്? പപ്പടത്തിന് എന്താ ഈ നിറം? എന്താ റബ്ബറെണ്ണയിലാണോ കാച്ചുന്നേ? ഇന്ന് രണ്ടാമതൊന്നും എനിക്കറിയണം. ഒന്നുകിൽ വരവേൽപ്പ് അല്ലെങ്കിൽ യാത്രവേൽപ്പ്. പറയണേ എന്താ? എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? ഇനി എന്ത് പറ്റാൻ? എന്റെ ജീവിതം നായനാക്കി. അതേത് നായ? വന്നേ താങ്കൂട്ട, നമുക്ക് അകത്തേക്ക് കയറാം. വേണ്ട,
കേട്ടണ്ട നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി നടന്നില്ലേ? മംഗളം പോവന്തു. എന്റെ അമ്മക്ക് കേക്കണ. അമ്മയുടെ മകൾ ഈ കള്ളി അവൾ എന്നോട് ചെയ്തത് എന്താണെന്ന് അമ്മക്ക് കേക്കണ. എന്നാ കേട്ടോ, ഇന്നലെ രാത്രിയിൽ സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പാലിൽ കള്ളി കളിക്കുന്നത് എന്താണെന്ന് അറിയോ? സ്നേഹമല്ല, ഉറക്കപ്പൊടി. അറക്കപ്പൊടിയോ? ഓടോ കോക്കി. കോക്കി നിന്റെ ഉറക്കപ്പൊടിയല്ല, ഉറക്ക ഗുളിക പൊടിച്ചത്. എന്താ ഇവനീ പറയണതൊക്കെ? പറഞ്ഞു കൊടുക്കണി. തങ്കക്കുട്ട, ഒരു വടക്കം വീത ഗാഥയിലെ ഉണ്ണിയാർച്ചയെ പോലെയല്ലേ അവൾ എന്നോട് പയറ്റിയത്. എന്ത് നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നേ? അകത്തേക്ക് വാ. വേണ്ട, എന്നെ ആരകത്ത് എത്തണ്ട. എനിക്ക് രണ്ടിലൊന്നും അറിയാം. എന്താ ഒരു ബഹളം? അളിയെ നല്ല ഫോമിലാണല്ലോ. വിളിച്ചോണ്ട് 4 കുട്ടി വെള്ളം കൂടി തല ഒഴുകി. എന്നെ തൊട്ടി വിളിക്കാൻ നീ ആരാടാ പട്ടി? ഇതാണ് സ്വഭാവം. ഇയാളുടെ കൂടെ ആയുഷ്കാലം മൊത്തം ജീവിക്കേണ്ട എന്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ, എന്താ ഇവിടെ? ചാക്യാർ കൂത്തോ? തങ്കക്കൊട ആനമയക്കി അടിച്ച് മൺകുടമായി അലന്ന മരുമക്കൾ അച്ഛൻ എവിടുന്ന് കിട്ടി? അതൊക്കെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഓനെ നീ അകത്തുവോ? ഞാൻ ഇവിടെ എന്നാ ശരിയാവില്ല. കളി കണ്ടത് കണ്ട എല്ലാവരും കയറി പൊടിയകത്ത്. ഉത്തമ, സുധാകര, ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കുറച്ച് തൈര് കൊടുക്ക്. ഓ പിടിക്ക്, പൊക്ക്. ജീവനുണ്ട്, ജീവനുണ്ട്. ആലുവാപ്പുഴ സുപ്രഭാതം. എന്താ നിനക്ക് പറ്റിയേ? ഒന്നുമില്ല. അതല്ല, എന്താണ് വെച്ചാ തുറന്നു പറ. എന്റെ പ്രഭമോളുടെ ഒരു വിധിയെ ഇങ്ങനെ ഒരുത്തിനാണല്ലോ നിങ്ങൾ അവർക്ക് വേണ്ടി കൊണ്ടുവന്നത്. അവൻ ചെയ്തത് മാത്രമേ ഇപ്പൊ കുറ്റുള്ളൂ. അവൾ ഇവനോട് കാണിച്ച തോന്നിവാസങ്ങളൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഇതല്ല ഇവിടെ സംഭവിക്കുക. ഇതിന്റെ പേരാ വളർത്തു ദോഷം. ഓ, ഇപ്പൊ കുറ്റമൊക്കെ എന്റെ പേരിലായില്ലേ? അതെ, നീ തന്നെ കുറ്റക്കാരി. പെൺമക്കളെ ചൊല്ലി വളർത്തേണ്ടത് അമ്മമാരാ. അത് ആദ്യം മനസ്സിലാക്ക്. മനസ്സിലായ? ഇതിനൊക്കെ മറുപടി പറയാൻ നിന്നാലേ വേണ്ട, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. തനിക്ക് ചായ കിട്ടിയില്ലേ? എനിക്ക് നേരം വെളുത്തിട്ട് പച്ച വെള്ളം കിട്ടിയിട്ടില്ല. എങ്ങനെ തരും? അത്രയ്ക്ക് ഗംഭീരമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ബോധം ഇല്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാ ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ ബോധക്കേടുള്ളവരുടെ ലക്ഷണം. എങ്ങനെ എങ്ങനെ മനസ്സിലായില്ലേ? മനസ്സിലായില്ല. മനസ്സിലാക്കണ്ട. ആ, നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ എന്റെ ബോധം തെളിയിക്കണ്ട. മനസ്സിലായ? രാവിലെ വീണ്ടും തുടങ്ങിയോ? വിഷമിക്കണ്ട തങ്കക്കുട്ട, ഇതേപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഇവരുമായിട്ട് കമ്പനി കൂടുന്നത് ജയശ്രീക്ക് ഇഷ്ടമാവാൻ വഴിയില്ല. തങ്കക്കുട്ട, തന്റെ ജോലി എന്തു ആയിക്കോട്ടെ, ഈ വീട്ടിലെ സംബന്ധക്കാരനായി വന്ന സ്ഥിതിക്ക് അല്പം കൂടെ മാന്യമായിട്ട് പെരുമാറാതെ. വിവരവും വിദ്യാഭ്യാസവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്ന് കരുതി വിദ്യാഭ്യാസമുള്ള എന്റെ കാര്യം കണക്കിലെടുക്കണ്ടേ? ഉത്തമ നമ്മളോട് ഒന്നിച്ച് വന്നവരാണ്, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. പുറകിൽ നിന്ന് മാന്തരുത്. ഒരുമിച്ച് വന്നെന്ന് കരുതി നമ്മൾ ഒരുപോലെയാണെന്ന് കരുതരുത്. എന്റെ ഒരു സെറ്റപ്പേ വേറെ. നീ ആര്? സദ്ദാം ഹുസൈന്റെ മച്ചൻ പേര്. അതോ ടാറ്റാപുരലടാ കൊച്ചുവനോ? ഇവരാരുമല്ല, തലക്കുളത്തെ വേലുത്തമ്പിയുടെ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ. അല്ല, നിങ്ങളെപ്പോലെ ചാണകക്കുടിയിലും ഊട്ടുവരയിലും ജനിച്ചു വീണവനല്ല. ശ്രീകുട്ടി, ഞാൻ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് വരാം. ഇത്തിരി എരിവും പുളിയും കൂടുതലാ. ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താൽ ഇവന് അടങ്ങും. ഒരു ചമ്മന്തി പരുവത്തിലാക്കണം.